ഞാൻ ഇന്ന് എന്റെ ചേച്ചീന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ വേണ്ടിയിട്ട് മറൈൻ ഡ്രൈവിലേക്ക് വന്നേക്കുമായിരുന്നു. അങ്ങനെ ബ്രോഡ്വേയിൽ അവരെയും തപ്പി ഞാൻ ഇങ്ങനെ നടക്കുമായിരുന്നു വഴിയരികിലൂടെ. അങ്ങനെ അവർ ഞാൻ കണ്ടുമുട്ടി. ദേ എല്ലാവരും വന്നിട്ടുണ്ട്. മൊത്തം 4 പേരുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓരോ സൊറയൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ്. ഞങ്ങളിങ്ങനെ ഓരോ ഷോപ്പിങ്ങിനൊക്കെ കയറാൻ വേണ്ടി പോവായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് കുറേ വഴിയോര കച്ചവടക്കാരുണ്ടായിരുന്നു. ഈ സൺഡേ മാത്രമാണ് ഇവരിങ്ങനെ വഴിയോരത്ത് കച്ചവടം ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അല്ലാത്ത ദിവസം ഈ ചെറിയ ചെറിയ കമ്മലൊക്കെ വിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും അല്ലാത്ത കടക്കാരൊന്നും ഇങ്ങനെ വിൽക്കുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് സർപ്ലസിക്കായിരുന്നു. നിങ്ങൾക്ക് അറിയാം, 1 kg 699 എന്ന് പറയുന്ന സർപ്ലസ് നമ്മളെ ബ്രോഡ്വേയിലുള്ള അവിടെയായിരുന്നു ഞങ്ങൾ ചെന്നിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഞങ്ങൾ 2-3 പേര് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ താഴെയുള്ള കടയിലൊക്കെ ചുമ്മാ ഒന്ന് കയറി നോക്കി. അവിടെയൊക്കെ ഇഷ്ടംപോലെ നല്ല നല്ല ടോപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒന്നും എടുത്തില്ല, കാരണം റേറ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം, അതുകൊണ്ട് എടുക്കാതെ പോന്നു. അത് കഴിഞ്ഞ് തിരിച്ച് നടന്നുകൊണ്ടിരുന്നപ്പോ ദേ ഒരു പാദസരം വിൽക്കുന്ന ഒരു ചേച്ചിനെ കണ്ടു. ആ ചേച്ചി ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നപ്പം അനൂപ ചേച്ചി പോയിട്ട് ഒരു പെയർ പാദസരം മേടിച്ചു. അങ്ങനെ പുള്ളിക്കാരി അത് ഇട്ട് കൊടുക്കാണ് കാലില്. ഒരു ഗോൾഡൻ കളറില് ബ്ലാക്ക് എന്തോ മുത്തൊക്കെ വരുന്ന രീതിയിലൊരു പൾസറായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് ചേച്ചി ഇങ്ങനെ ഞങ്ങക്ക് കാണിച്ചു തരായിരുന്നു. ഇതേ കാണിക്ക്, വീഡിയോയിൽ കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് വഴിയോരത്ത് ഇതുപോലെ 40 രൂപ 50 രൂപയ്ക്കൊക്കെ കമ്മൽ വിൽക്കുന്ന അവരുടെ അടുത്തായിരുന്നു. അതിന് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കമ്മലൊക്കെ നോക്കി. എനിക്ക് തോന്നുന്നു ആരോ ഒക്കെ കമ്മൽ മേടിച്ചിട്ടുണ്ടെന്ന്. ഇത് പിന്നെ എനിക്ക് ഇങ്ങനെ വെച്ച് നോക്കി, എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾ പറ കൊള്ളാവോ എന്ന്. പക്ഷെ അതിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അങ്ങനെ കമ്മലൊക്കെ നോക്കി ഞങ്ങളെല്ലാരും ചുമ്മാ വീഡിയോക്കൊക്കെ പോസ്റ്റ് ചെയ്തതേ തിരിച്ചിങ്ങനെ ഏതൊക്കെയോ വഴികളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ആ സ്ഥലം നല്ല ഇഷ്ടപ്പെട്ടു. കുറേ സ്റ്റെയർ വരുന്ന നല്ല അടിപൊളി ഒരു ഏരിയ ആയിരുന്നു അത്. അതാ ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണിച്ചത്. ഇതെന്താണ്, മാളാണോ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി അവിടെ നിന്ന് സ്റ്റെപ്പൊക്കെ കയറി നേരെ പുറത്തോട്ട് ചെല്ലാണ്. ഇതാണ് നമ്മുടെ 49 എന്ന് പറയുന്ന ഷോപ്പ്. അവിടെ എല്ലാ ഷെയ്ക്കുകളും എല്ലാത്തിനും 49 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു കടയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വേർത്താണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷെയ്ക്കിന്റെ ഷോപ്പാണ്. ഷെയ്ക്ക് മാത്രമല്ല, അവിടെ മൊമോസ്, അതേപോലെ തന്നെ അങ്ങനത്തെ പല സാധനങ്ങളും ഉണ്ട്. ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് റോസ് മിൽക്ക്, അതേപോലെ തന്നെ ബദാം ഷേക്ക്, അതേപോലെ തന്നെ കിറ്റ്കാറ്റ് ഷേക്ക്, പിന്നെ ഒരാള് എന്തോ ഒരു മൊജിറ്റോയും മേടിച്ചു, എന്താന്ന് ഞാൻ ഓർക്കുന്നില്ല. ചേച്ചി വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് മനഃപൂർവ്വം അഭിനയിച്ച് ക്യാമറയിലേക്കൊക്കെ നോക്കി ഷോ ഇറക്കുമായിരുന്നു. അതും പറഞ്ഞ് എല്ലാവരും കൂടി കളിയാക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഞങ്ങൾ ഒരു പ്ലേറ്റ് ഫ്രഞ്ച് ഫ്രൈസും കൂടി മേടിച്ചു. അതിനും 49 ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തതേ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. നടന്ന് ഞങ്ങൾ കുറച്ച് ദൂരെ പോയിട്ട് അവിടെ ഫോൺ കേസ് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ തിരിച്ച് സമൃദ്ധിയിലേക്ക് പോയി. സമൃദ്ധിയിൽ നിന്ന് നല്ല ഊണ് കഴിച്ചു. സമൃദ്ധിയിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഊണിന് നല്ല റേറ്റ് കുറവില് നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ പല വിഭവങ്ങളുള്ള ഊണ് കിട്ടും. അപ്പൊ അവിടെ പോയി ഊണും മീൻ വറുത്തൊക്കെ മേടിച്ചു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, അവിടെ ഒത്തിരി തിരക്കുണ്ടായിരുന്നു. ഒരു 12:30 ടൈമിലായിരുന്നു അത്രയും തിരക്ക്. അത് കഴിഞ്ഞ് നേരെ റൂമിലോട്ട് പോയിട്ട് അവിടെ നിന്നുള്ള ഡാൻസും പാട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ മുമ്പുള്ള റീലിലൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഈവനിങ് മന്ന റെസ്റ്റോറന്റിലോട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇത് കോഫ്തയാണ്. ഇവിടുത്തെ കോഫ്ത ഭയങ്കര ഫേമസ് ആണ്. അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണ് കോഫ്ത. അതേപോലെ തന്നെ ഞങ്ങൾ ബനാന മറ്റേ നെയ്യിലോ ആട്ടിയ സാധനവും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ചേച്ചി നല്ല ഫ്രഷ് ലൈം ആണ് മേടിച്ചത്. ബാക്കിയുള്ളവരൊക്കെ ചായ അങ്ങനെ എന്തൊക്കെയോ മേടിച്ച്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നല്ല വർത്താനൊക്കെ പറഞ്ഞ് എല്ലാം ഫിനിഷ് ചെയ്തു. പിന്നെ 2-3 സൊറയൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ ഇരുന്നു വർത്താനൊക്കെ പറഞ്ഞ്. ദെൻ നമ്മൾ ഫിനിഷ് ചെയ്തു ഇന്നത്തെ ദിവസം.